സിറ്റപ്പനെ ക്രൂശിക്കുക, വ്യഭിചാരി മുകേഷിനെ വിട്ടുതരിക. അങ്ങനെ കഴുത്തിൽ കുടുങ്ങിയ ഉണ്ടയുമായി അല്പസ്വല്പം മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞു വലിയ ശരീരവും ചെറിയ മനസ്സുമായി ഇടതുപക്ഷത്തിന്റെ കൺവീനറായി വിരിഞ്ഞു നടന്നിരുന്ന സിറ്റപ്പൻ ഇ.പി. ജയരാജനെ പിണറായി കൈവിട്ടു. പാർട്ടി കൈവിട്ടു എന്ന് പറയുവാൻ പറ്റില്ല. കാരണം പിണറായിയാണ് ഇന്ന് പാർട്ടി. കിങ് ലൂയിസ് 14 പറഞ്ഞതുപോലെ ഐ ആം ദ സ്റ്റേറ്റ് ആൻഡ് മൈ വേർഡ്സ് ആർ ലോ എന്നാണ് മുണ്ടെടുത്ത അഭിനവ വിജയനും പറയുന്നത്. പിന്നെ കോപ്പ എന്ന് പറയുവാനുള്ള ആർജവം വിലയ്ക്ക് മേടിക്കുവാൻ കിട്ടുന്ന സാധനമല്ലാത്തത് കൊണ്ട് ഇന്ന് പാർട്ടിയിൽ ആർക്കും അതില്ല. അതുകൊണ്ടാണ് മൂത്ത കമ്മികൾ വരെ അവസാനം ഊഞ്ഞാലായി ഊഞ്ഞാലായി എന്ന പാട്ടും പാടി പോകുന്നത്. മലയാള സിനിമയിലെ നടികളെയെല്ലാം പിടിച്ച് അമ്മയാക്കാൻ ശ്രമിക്കുന്ന, അതുകൊണ്ടും കഴുതീരാഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റുമാരെയും അവരുടെ അമ്മമാരെയും വരെ ഭോഗിക്കുവാൻ കൂർപ്പിച്ച് നടക്കുന്ന അന്തംകമ്മികളുടെ അഭിമാനമായ വിടൻ മുകേഷിനെതിരെയുള്ള രോഷം രാജിയായി മാറാതെ സംരക്ഷണം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് വീതിയുള്ള സിറ്റപ്പനെ എടുത്ത് പുറത്തു കളയുവാൻ തീരുമാനിച്ചത്. അതുവഴി തുടർ ചർച്ചകൾ ആ ഡയറക്ഷനിൽ വഴിമാറി ഒഴുകും എന്നാണ് അവരുടെ പ്രതീക്ഷ. ജനങ്ങളുടെ മസ്തിഷ്കത്തെ ബലാത്സംഗം ചെയ്യുവാൻ ഇപ്പോൾ ഇവരുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ 3 ചാനലുകൾ സ്വന്തമായി ഉണ്ട്. 1 24, 2 കാട്ടുകള്ളന്മാരുടെ ചാനൽ, 3 കോരളി, പിന്നെ ദേശാപമാനിയും. ഈ 4 കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ മറ്റുള്ളവർ അത് ഏറ്റുപിടിച്ചാൽ കാര്യം രക്ഷപ്പെട്ടു. ആ മലവെള്ളപ്പാച്ചിൽ സിറ്റപ്പനെയും കൊണ്ട് പൊക്കോളും. ആവാസൻ മുകേഷ് ആ ഗ്യാപ്പിൽ രക്ഷപ്പെടുകയും ചെയ്യും. ആരാ പറഞ്ഞത് കമ്മികൾക്ക് പുത്തി കമ്മിയാണെന്ന്? പാർട്ടിയിലെ പല പ്രമുഖരും മുകേഷിന്റെ ലേബലിൽ സിനിമാ സെറ്റിൽ പോയി ഉള്ളി നിന്നിട്ടുള്ളവരാണ്. ആ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് മുകേഷിനെ കൈവിട്ടാൽ ഗണേഷിന്റെ കയ്യിലുള്ളതുപോലുള്ള സാധനങ്ങൾ മുകേഷിന്റെ കയ്യിലും ഉള്ളത് കൊണ്ടാണ് മുകേഷ് സിറ്റപ്പനേക്കായാലും വേണ്ടപ്പെട്ടവനാകുന്നത്. തെരഞ്ഞെടുപ്പിന് ചിലവുകാശായി ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത് എന്ന് നോക്കിയാൽ മാത്രം മതി ഇതിന്റെ ആ അന്തർധാര നമുക്ക് മനസ്സിലാവും. ഒരിക്കൽ CPM-ൽ 2ാമത്തെ അധികാര കേന്ദ്രമായിരുന്നു സിറ്റപ്പൻ എന്ന ഇ.പി. ജയരാജൻ. LDF കൺവീനറായിരിക്കെ ഇപ്പോഴത്തെ വീഴ്ച വലിയ ഉയരത്തിൽ നിന്നാണ്. പുള്ളി സ്വയം വീണതല്ല, വീഴ്ത്തിയതാണ് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങ് പഴൂർ പടിപ്പുര വരെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നാളെ പാർട്ടി സമ്മേളനങ്ങൾ ആരംഭിക്കാനിരിക്കവെയാണ് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നത്. ആരും പാർട്ടിക്ക് അതീതരല്ല എന്ന സന്ദേശമല്ല, മറിച്ച് ആരും പിണറായിക്ക് അതീതരല്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. പണിയാൻ ശ്രമിച്ചാൽ പണി തരും എന്ന സന്ദേശം. കാരണം ഏകാധിപതികൾ എന്നും പെടിത്തുറികളായിരുന്നു. ഊരിപ്പിടിച്ച വാളുമായി പോകുമ്പോൾ പോലും തുടവഴി മൂത്രം ചോരുന്നത് നാട്ടുകാർ കാണാതിരിക്കുവാൻ അവർ 1 2 സ്നേഹികൾ കെട്ടുമായിരുന്നു. വിഭാഗീയത രൂക്ഷമായിരുന്ന സമയത്ത് പിണറായി വിജയനെയും VS അച്യുതാനന്ദനെയും PB-യിൽ നിന്ന് പുറത്താക്കിയ ശേഷം പാർട്ടി സ്വീകരിക്കുന്ന കടുത്ത നടപടി എന്നാണ് ഈ തേഞ്ഞ പണിക്ക് അവർ കൊടുക്കുന്ന വിശേഷണം. കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി.യെ അതിൽ നിന്നും ഒഴിവാക്കുമോ എന്ന് പോലും വ്യക്തമല്ല പോലും. എന്ത് കേന്ദ്ര കമ്മിറ്റി? കേരളത്തിൽ നിന്ന് ചെലവ് കാശും കേന്ദ്ര നേതാക്കൾക്ക് പറയുവാൻ ക്യാപ്സൂളും ലഭിക്കുന്ന മണവും ഗുണവുമില്ലാത്ത കേന്ദ്ര കമ്മിറ്റി. നടപടി ഉണ്ടായതായി പാർട്ടി കേന്ദ്രങ്ങൾ പുച്ഛം പറയുന്നുണ്ടെങ്കിലും ഔദ്യോഗിക തീരുമാനം പുറത്തു വന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറി സഖാവ് അപ്പം ഗോവിന്ദൻ വൈകിട്ട് മാധ്യമങ്ങളെ കാണും. വിവാദങ്ങളിൽ സംരക്ഷിച്ച പിണറായി വിജയൻ കൈവിട്ടതോടെയാണത്രേ ഇ.പി.യുടെ വാക്കുകൾ പാർട്ടിയിൽ ദുർബലമായത്. കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ പാർട്ടി സെക്രട്ടറി കസേര ഇ.പി. മോഹിച്ചിരുന്നു പോലും. PB-യിലെത്തുമെന്നും പ്രതീക്ഷിച്ചു. പാർട്ടിയിൽ തന്നേക്കാൾ ജൂനിയറായ മണ്ടനായ M.V. ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയും PB അംഗവും ഒക്കെ ആക്കിയതോടെ പിണറായിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഇ.പി. പതുക്കെ അകന്നു. പിണറായി പറയുമ്പോൾ മാത്രം വാതുറക്കുന്ന പെടുകുന്ന ഗോവിന്ദനെ പോലെയാകുവാൻ തനിക്കാകില്ല എന്നാണത്രേ ഇ.പി.യുടെ നിലപാട്. ഇപ്പോഴത്തെ നടപടിയിലൂടെ M.V. ഗോവിന്ദനോടൊപ്പമാണ് പാർട്ടിയും നേതൃത്വവും എന്ന സന്ദേശമാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ നൽകുന്നത്. CPM-ന്റെ മുതിർന്ന നേതാക്കളാണ് LDF കൺവീനർ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. പാർട്ടി അധികാരത്തിലിരിക്കെ കൺവീനർ സ്ഥാനം നൽകിയെങ്കിലും ഇ.പി. പാർട്ടി വലയത്തിന് പുറത്തേക്ക് പതുക്കെ ചാണകക്കുഴി ലക്ഷ്യമാക്കി സ്വയം പോയി എന്നതാണത്രേ പാർട്ടിയുടെ കണ്ടെത്തൽ. മുന്നണി യോഗം യഥാസമയം വിളിക്കാതെയും യോഗങ്ങളിൽ പങ്കെടുക്കാതെയും സിറ്റപ്പൻ തന്റെ കൊതിക്കറിവ് പരസ്യമായി പ്രകടിപ്പിച്ചു. ഒടുവിൽ പണിയും മേടിച്ചു. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിലെ കുടുംബ ഷെയറിന്റെ പേരിലും വിവാദത്തിലായി. അപ്പോഴെല്ലാം പാർട്ടി മുതിർന്ന നേതാവിനെ തിരുത്തി സംരക്ഷിച്ചു. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവദേക്കർ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയെന്ന്
ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സംബന്ധിച്ചതോടെ CPM നേതാക്കളും നിലപാട് മാറ്റി. ജയരാജന് ജാഗ്രതയില്ലെന്ന് പിണറായി തുറന്നടിച്ചു. ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം ജയരാജനെ കുറിച്ചുള്ള നടപടി ചർച്ച ചെയ്തിരുന്നു. പാർട്ടിയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന EP-യുടെ വാദം തള്ളി. വൈരുദ്ധ്യാത്മക ഭൗതികവാദമാണ് അന്തംകമ്മി തത്വസംഹിത. അതുപോലെ വൈരുദ്ധ്യം നിറഞ്ഞതാണ് ജയരാജന്റെ രാഷ്ട്രീയ ജീവിതവും. ഹലുവയും മീൻചാറും പോലെ ആ വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നതും. ഒരിക്കൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങിയ ആളാണ് ജയരാജൻ. 80കളിൽ MV രാഘവൻ പാർട്ടിയിൽ തന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്നു എന്ന തോന്നലിനെ തുടർന്നാണ് EP അന്ന് ഗൾഫിലേക്ക് മൈക്കാട് പണിക്ക് പോകുവാൻ തീരുമാനിച്ചത്. നിരവധി വധശ്രമങ്ങളെ അതിജീവിച്ച് കഴുത്തിൽ അക്രമി നിറയൊഴിച്ച വെടിയുണ്ടയുമായി ജീവിക്കുന്ന EP ജയരാജൻ തന്നെയാണ് ബന്ധു നിയമന കേസിൽപ്പെട്ട് ഒടുക്കം മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ജയരാജൻ വിവാദങ്ങളെ പിന്തുടരുകയായിരുന്നില്ല, മറിച്ച് എത്താത്ത വിവാദങ്ങളെ തോട്ട് കെട്ടിപ്പിടിച്ച് ചുമലിൽ വെക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പറയുന്നത് പോലെ സിറ്റപ്പന്റെ മുൻവിചാരമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും കമ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി എന്ന് കരുതുന്ന നേതാക്കളുമുണ്ട്. സൗഹൃദങ്ങളിൽ വേണ്ടത്ര ജാഗ്രത EP കാണിക്കാറില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരന്റെ വീട്ടിലെത്തി കുടുംബത്തെ സന്ദർശിച്ചത് പാർട്ടിയെ വളരെയേറെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സമാനമായ സാഹചര്യമാണത്രേ പ്രകാശ് ജാവ്ദേക്കറുമായി EP വീട്ടിൽ നടത്തിയ കൂടിക്കാഴ്ച മൂലവും ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉണ്ടായ ആ ജാഗ്രത കുറവിനെ പാർട്ടി ഗൗരവത്തിലെടുത്തു പോലും. മകളുടെ അക്കൗണ്ടിലേക്ക് കർത്തയുടെ കാശ് മേടിച്ചിട്ടതും രക്ഷാപ്രവർത്തനവും ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ കോണകമലക്കി ഉണക്കുവാനിട്ടതൊന്നും പാർട്ടിയുടെ ഇമേജിനെ ഒട്ടും ബാധിച്ചിട്ടില്ല. പാർട്ടിയിലെ VS പക്ഷത്തെ വിട്ടുനിർത്തുവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം കട്ടയ്ക്ക് നിന്ന നേതാവാണ് EP. ബീഡിത്തൊഴിലാളി കേളുവിനെ അറിയില്ലെങ്കിലും സിറ്റപ്പന് ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനും ഫാരിസ് അബൂബക്കറും വിവാദ വ്യവസായി ചാക്കി രാധാകൃഷ്ണനുമൊക്കെ ഉറ്റ സുഹൃത്തുക്കളുടെ പട്ടികയിൽ ഇടം പിടിച്ചപ്പോൾ EP വിവാദ നായകനായി. കണ്ണൂരിൽ വെട്ടുകല്ലിനെതിരെ പാർട്ടി സമരം നടത്തിയ കാലത്ത് സ്വന്തം മാളിക വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച് വിവാദത്തിൽപ്പെട്ടു. കർഷക തൊഴിലാളി യൂണിയൻ നേതാവായിരുന്ന ജയരാജൻ കുട്ടനാട്ടിൽ ആഡംബരക്കാറിൽ സമരം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതും വലിയ ചർച്ചയായി. എന്നും കട്ടൻ ചായയും പരിപ്പടയും കഴിച്ചിരുന്നാൽ പാർട്ടി വളരില്ല എന്ന EP-യുടെ പ്രയോഗം വലിയ വാർത്തയും വിവാദവുമായിരുന്നു. ഇൻഡിഗോ വിമാനത്തിലെ യാത്രാവിലക്കും ജയരാജനെ വാർത്താ തലക്കെട്ടുകളിൽ സജീവമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമാനത്തിൽ പ്രതിഷേധമുയർത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് ഇൻഡിഗോ വിമാനങ്ങളിൽ രാജ്യത്തിനകത്തോ പുറത്തോ യാത്ര ചെയ്യുന്നതിന് വിലക്കേർപ്പെടുത്തിയത്. തുടർന്ന് ട്രെയിനിലായിരുന്നു കഴുത്തിൽ ഉണ്ടയുമായി ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. ജയരാജൻ മന്ത്രിയായിരിക്കെ ഭാര്യ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതിയുടെ മകൻ PK സുധീർ നമ്പ്യാരെ വ്യവസായ വകുപ്പിന്റെ കീഴിലെ പൊതുമേഖലാ സ്ഥാപനത്തിൽ MD-യായും സഹോദരപുത്രന്റെ ഭാര്യ ദീപ്തി നിഷാദിനെ മറ്റൊരു സ്ഥാപനത്തിൽ ജനറൽ മാനേജരായും നിയമിച്ചതടക്കം ബന്ധു നിയമന പരമ്പരകൾ വലിയ വിവാദമുണ്ടാക്കി. മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നതിലാണ് അത് പര്യവസാനിച്ചത്. പിന്നീട് പിണറായി വിജയന്റെ പിന്തുണയിൽ തിരിച്ചു വന്നു. പേര് പോലെ തന്നെ തിരിച്ചടികൾക്കൊടുവിൽ ജയം നേടാറുള്ള ജേതാവാണ് ജയരാജൻ. തെറ്റുകൾ വരുത്തുമ്പോൾ ശാസന ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നീട് ശക്തനായി തിരിച്ചെത്തിയതാണ് ചരിത്രം. പാർട്ടിയിൽ സ്ഥാനങ്ങൾ വഹിക്കുവാൻ പ്രായപരിധി മാനദണ്ഡമുണ്ട്. ജയരാജൻ അതിന്റെ പരിധിയിലേക്ക് എത്തുവാൻ അധിക കാലമില്ലെന്നിരിക്കെ ഇനിയും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് നമുക്ക് കാണാം. എന്നാലും സിറ്റപ്പനോട് പറയുവാനുള്ളത്, കഴുത്തിൽ ഉണ്ടയുമായി ഇത്രയുമൊക്കെ ജീവിച്ചില്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രയുമൊക്കെ ഉണ്ടാക്കിയില്ലേ? കഴുത്തിൽ കുടുങ്ങിയ ആ ഉണ്ട ഒരു 1/2 സെന്റിമീറ്റർ കൂടി അങ്ങ് ഇറങ്ങിയെന്ന് അങ്ങ് ആശ്വസിക്കുക, അത്ര തന്നെ. അങ്ങനെ പാപിയായി മാറിയ ശിവനെയും ഒരു വിടനു വേണ്ടി വെട്ടിനിരത്തി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.